ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പറഞ്ഞുറപ്പിച്ച സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയതോടെയാണ് ആത്മഹത്യാ ശ്രമം. നിരണത്ത് സി ജയപ്രദീപാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഈ ജയപ്രദീപിന്റെ ആരോഗ്യനില എങ്ങനെ? ഗൂഗിൾ നിലവിൽ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. ഈ മുറിയിൽ കയറി കഥകടിച്ച് കുറേ നേരമായും കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളും അടുത്തുള്ള ആളുകളും ചേർന്ന് നോക്കിയപ്പോഴാണ് ആത്മഹത്യാ ശ്രമം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സംയോജിത ഇടപെടൽ മൂലം അദ്ദേഹത്തെ രക്ഷിക്കാനായി. ജയപ്രദീപ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികം, അതായത് വാർഡ് കമ്മിറ്റികളടക്കം കീഴ്ഘടകങ്ങൾ പറഞ്ഞുറപ്പിച്ച സീറ്റായിരുന്നു. അദ്ദേഹം DCCയിലേക്ക് ശുപാർശ ചെയ്തതും ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. അതനുസരിച്ച് പോസ്റ്ററുകളും ഫ്ലെക്സും അഭ്യർത്ഥനയും എല്ലാം അടിച്ച് ഇദ്ദേഹം പ്രചരണവും തുടങ്ങിയിരുന്നു. മണ്ഡലം കമ്മിറ്റി അടക്കം ഈ പ്രചരണത്തിന് ഒപ്പവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ UDF 19-ാം വാർഡ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ മറ്റൊരാളുടെ പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. അത് പേര് പോലും മണ്ഡലം കമ്മിറ്റി അറിയിക്കാതെ രാവിലെ ഫ്ലെക്സുകൾ പത്തിയൂർ നഗരത്തിലാകെ വ്യാപിച്ചപ്പോഴാണ് മണ്ഡലം കമ്മിറ്റി പോലും മറ്റൊരാളാണ് 19-ാം വാർഡിൽ സ്ഥാനാർത്ഥി എന്ന് അറിയുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ജയപ്രദീപ് മണ്ഡലം DCC പ്രസിഡന്റ് വീട്ടിലടക്കം ചെന്ന് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് പറയുന്നത്, സീറ്റ് താങ്കൾക്ക് തരാനാവില്ല, മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 19-ാം വാർഡ് നൽകിയത് എന്നുള്ളതാണ് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ മണ്ഡലം കമ്മിറ്റിയെ പോലും അറിയിക്കാതെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിനെതിരെ പത്തിയൂരിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഈ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മണ്ഡലം കമ്മിറ്റി പ്രചരണത്തിനിറങ്ങില്ല എന്ന വിവരം ഔദ്യോഗികമായി തന്നെ DCC അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് DCC പോയിട്ടുമില്ല. ജയപ്രദീപ് നിലവിൽ ഫ്ലെക്സ് അടിച്ച് വീടുകൾ കയറി തുടങ്ങിയിരുന്നു. ഒപ്പം അഭ്യർത്ഥന പ്രിന്റ് ചെയ്തത് വീടുകളിലൊക്കെ കൊടുക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വൈകാരികമാണ്. കയ്യിൽ കാശില്ലാഞ്ഞിട്ട് പോലും പാർട്ടിക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റാളുകളുടെ നിന്ന് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ പ്രചരണത്തിനൊക്കെ വേണ്ടി ഇറങ്ങിയത്. മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും DCC ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. നിലവിൽ DCC പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു ക്വാറി ഉടമയാണ്. അദ്ദേഹത്തെ ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തുടർന്നുള്ള തീരുമാനം UDF DCC എന്തെടുക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ ഈ ജയപ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.